ആവശ്യമുള്ള സാധനങ്ങൾ: വെള്ളത്തോടു കൂടി വേവിച്ചെടുത്ത രാജ്മ പയർ 250 ഗ്രാം, ഒരു വലിയ സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, വേപ്പില, പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം, ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തത്, 2 തക്കാളി നല്ല കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞത്, 1 ഗ്ലാസ് രാജ്മ പയർ വേവിച്ചെടുത്ത വെള്ളം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ജീരകം ഇടാം. ഇതിനകത്ത് ഇടുന്ന ജീരകം നല്ല ജീരകമാണ്. ജീരകം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. സവാള ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലി ചേർക്കാം. മല്ലിയല്ല, മല്ലിപ്പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. നല്ല ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളിനി അടുത്ത പയറൊക്കെ ചേർക്കുക. നമുക്കത് മൂടി വയ്ക്കാം. ഇതിൻ്റെ ഗ്രേവി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ രാജ്മ പയർ വേവിച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു പോവാണ്ട് നമ്മൾ വേവിച്ചെടുക്കണം. ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു 2 വിസിലടിച്ച് കഴിയുമ്പോൾ തന്നെ ഈ പയർ പെട്ടെന്ന് വേവും. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കറിയാണ്.
വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കും.